ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പം നമ്മളിന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സി ഡ്രസ്സാണ്, എലാസ്റ്റിക് ഡ്രസ്സാണ്. ഞാൻ തമ്മിൽ പറഞ്ഞ പോലെ അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ക്ലോത്ത് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇത് ലൈനിങ് വെച്ചിട്ടൊന്നും അടിക്കുമ്പോഴല്ല ഭംഗി, ഇങ്ങനെ മാത്രം ചെയ്യുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പ്രിൻറ്റഡ് ക്രീപ്പാണ്. അപ്പോൾ ഇത് ഞാനൊരു കുറച്ച് മുന്നേ വാങ്ങിയൊരു ക്ലോത്താണ് കേട്ടോ. ഒരു ടൗണിലെ ഒരു ഷോപ്പിൽ ഓഫർ കണ്ടപ്പം മീറ്ററിന് 50 രൂപയായിട്ടാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. അതിപ്പോൾ 4 മീറ്ററാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിന് കുറച്ച് അധികം ക്ലോത്ത് വേണ്ടി വരുന്നത് വെച്ചാൽ നമ്മൾ അധികം കട്ടിങ് ഒന്നുമില്ല, അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങും അധികം വരുന്നില്ല. പക്ഷെ ക്ലോത്ത് നമ്മൾ സാധാരണ നൈറ്റിനെ കണക്ക് അധികം വരുന്നുണ്ട്. നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ. കോട്ടണിലും ചെയ്യാം കേട്ടോ. അപ്പം ഞാനത് പേപ്പറിൽ കാണിച്ചു തരാം. നമ്മൾ ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ നമുക്ക് വേണ്ടത്, നമ്മൾ സാധാരണ തയ്ക്കുമ്പോൾ എത്രയാണോ തയ്യൽ തുമ്പടക്കം വേണ്ടത്, അതിനേക്കാണ് 2 ഇഞ്ച് അധികം വേണം. ആ 2 ഇഞ്ച് എന്തിനാന്ന് ചോദിച്ചാൽ മേലെ നമ്മൾക്ക് എലാസ്റ്റിക്കാണ് നമ്മൾ നെക്കിന് കൊടുക്കുന്നത്. ആ എലാസ്റ്റിക്കിന് വേണ്ടി മേലെ ആദ്യം 2 ഇഞ്ച് ഞാൻ ഇതേപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി. ആ 2 ഇഞ്ച് മുതൽ താഴോട്ടേക്കുള്ള ലെങ്ത്ത് ആയിരിക്കും നമ്മൾ താഴെ ഫോൾഡ് ചെയ്യാനുള്ള തയ്യൽ തുമ്പടക്കമുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത്. അതിങ്ങനെ ഞാനിത് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ച്, ഞാൻ പേപ്പറിൽ ആദ്യം കാണിച്ചു തന്നാൽ ക്ലോത്തിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും കേട്ടോ. എന്നിട്ട് ഈ അറ്റത്ത് നിന്ന് നമ്മളുടെ ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത്. എൻ്റെ ഷോൾഡർ 7 വരുന്നത്. ആ 7 ഞാൻ അടയാളപ്പെടുത്തുന്നത്. അതേ 7 തന്നെ ഈ ഫോൾഡ് ചെയ്തിട്ട് വേണം കേട്ടോ അവിടെ നിന്ന് താഴോട്ടേക്ക് 7 അടയാളപ്പെടുത്തുക. അപ്പോൾ എത്രയായി? ഫോൾഡിങ് നിവർത്തിയാൽ 9 വരിക. പിന്നെ നമ്മൾ സാധാരണ ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തുന്ന ആ പോയിന്റിലേക്ക് തന്നെ ചെസ്റ്റ് റൗണ്ടിന് അടയാളപ്പെടുത്തുക. പക്ഷെ ഞാൻ എടുത്ത തുണിയുടെ വീതി സാധാ 35 വീതിയുടെ ക്ലോത്ത് ആണെങ്കിൽ അത് കംപ്ലീറ്റ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു 38 ഒക്കെ വരെ എടുക്കാം. അപ്പോൾ ഈ എൻ്റെ ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് 1.5 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഷോൾഡറിന് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഈ ഒരു പോയിൻ്റിലുണ്ടല്ലോ, ആ കൈ ചെസ്റ്റ് റൗണ്ടിൻ്റെ പോയിൻ്റ് അടയാളപ്പെടുത്തി അവിടേക്ക് നമ്മൾ ഒരു ചെരിച്ചിട്ടൊരു ലൈനാണ് വരയ്ക്കുന്നത്. നമ്മൾ ക്ലോത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ ഇങ്ങനെ സ്കെയിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ഇതേപോലെ തന്നെ ആ മേലെയുള്ള 2 ഇഞ്ച് താഴോട്ടേക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടും മറ്റത് ചെരിഞ്ഞിട്ടും തന്നെ കട്ട് ചെയ്യണേ. എന്നാലേ നമുക്ക് ആ എലാസ്റ്റിക് ഇടാനുള്ള ഭാഗത്തിനെ ഫോൾഡ് ചെയ്ത് തയ്ക്കുമ്പോൾ നല്ല വൃത്തി തയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മെയിൻ പാർട്ട്. ഇതേപോലെ തന്നെയാണ് സ്ലീവ് പാർട്ടിൻ്റെ കട്ടിങ് വരുന്നത്. ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോൾ ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്ലീവിന് ഞാൻ ക്ലോത്തിൽ വിടുത്തെടുത്തത് 15 ഇഞ്ചാണ്. 4/4 15 ഇഞ്ച്. ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത്, നമുക്ക് നോർമൽ സ്ലീവിന് എത്ര ലെങ്ത്ത് എടുക്കുന്നു അതിനേക്കാൾ ഒരു 5 ഇഞ്ച് ലെങ്ത്ത് അധികം വേണം കേട്ടോ. കാരണം ഇത് ഈ സ്ലീവിൻ്റെ ക്ലോത്തിൽ നിന്നാണ് മേലോട്ടേക്ക് നെക്കിൻ്റെ ആ ഭാഗത്തേക്ക് ഒക്കെ പോകുന്നത്. അതുകൊണ്ട് എലാസ്റ്റിക് വരുമ്പോൾ നമുക്ക് അത്ര അധികം നമ്മൾ എടുത്താലേ നമ്മൾ കൈക്ക് ലെങ്ത്ത് കിട്ടുള്ളൂ. അപ്പോൾ അതെ, ഈ നമ്മൾ മെയിൻ പാർട്ട് കട്ട് ചെയ്ത് അത് വെച്ചിട്ട് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുക. പക്ഷെ ഞാൻ ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പം ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഇതേപോലെ തന്നെ കട്ട്, യാതൊരു വ്യത്യാസവും ഇല്ല. അതങ്ങനെ ജസ്റ്റ് വരച്ചങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ സ്ലീവിൻ്റെ ഈ എൻഡ് ഫോൾഡിങ് സൈഡ് ആയിരിക്കും. സാധാരണ സ്ലീവ് നമ്മൾ 2 പീസ് ഉണ്ടാവുമല്ലോ. പിന്നെ ഇപ്പം നൈറ്റിൻ്റെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ മടക്ക് സൈഡ് ഒന്നുണ്ടാവും, മറ്റേ വശം ഓപ്പൺ സൈഡ് ആയിരിക്കും. അങ്ങനെയാണ് ഈ ക്ലോത്ത് രണ്ടിൻ്റെ ആകെ ഇത്ര കട്ടിങ്ങേ ഉള്ളത്. അപ്പം മെയിൻ ക്ലോത്തിന് ഇങ്ങനെ അതേപോലെ തന്നെ ഇപ്പോഴത്തെ സ്ലീവ് ക്ലോത്തും. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളതും കൂടി ഇതിൽ പറയുമ്പോൾ പെട്ടെന്ന് കാര്യം ക്ലിയർ ആവും. മെയിൻ ക്ലോത്തിന് നമ്മളിങ്ങനെ നിവർത്തി വെച്ച് ഒരു പീസ്, 2 പീസല്ല ഉണ്ടാകില്ല, ഒരു പീസ്. അതിൽ ഞാൻ ഈ ടിക്ക് ഇട്ടത് നല്ല വശമാണ്. സ്ലീവിൽ ഒരു പാർട്ട് അതിൻ്റെയും നല്ല വശം ഞാനിങ്ങനെ ടിക്ക് ഇടാണ്. അപ്പം നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ തയ്ച്ചു കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം കേട്ടോ. എലാസ്റ്റിക് ആകുമ്പോൾ വലിയുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്താലേ സ്ട്രോങ് ഉണ്ടാവുള്ളൂ. ഇനി മറ്റേ സ്ലീവ് അതേപോലെ തന്നെ അതിൻ്റെ നല്ല വശം ഇതാ ടിക്ക് ഇടുന്നുണ്ട്. നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ച് ഫേസ് ടു ഫേസ് വെച്ച് ഇവിടെയും അങ്ങനെ തന്നെ തയ്ച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് അപ്പോൾ തയ്ച്ച് കഴിച്ചതിന് ശേഷം സ്ലീവിന് ഇങ്ങനെ മടക്കി വെച്ച് നല്ല വശം തന്നെ മേലോട്ടേക്ക് വന്നില്ല സ്ലീവിൻ്റെ. എന്നിട്ട് മറ്റേ പാർട്ടിൻ്റെ നല്ല വശം ടിക്കിട്ട വശം
അതും ഇങ്ങനെ വെക്കുക. അപ്പം ആ സ്ലീവിൻ്റെ മറ്റേ വശവും ബാക്കിലേക്കുള്ള പീസും ഇങ്ങനെ ഫേസ് ടു ഫേസ് നല്ല വശം വന്നു. അത് ഇതേപോലെ തന്നെ നേരത്തെ മറ്റേ സൈഡ് ജോയിൻ ചെയ്ത പോലെ സൈഡ് അങ്ങനെ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിങ്ങനെ റൗണ്ടായിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ആ 2 ഇഞ്ച് എക്സ്ട്രാ മേലൊക്കെ കൊടുത്തില്ലേ, അതിനെങ്ങനെ ഫോൾഡ് ചെയ്യുക. നമ്മൾ എത്ര ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുക്കുന്നത്, 2 ഇഞ്ച് കൊടുക്കുന്നത് ഞാൻ 1 ഇഞ്ച് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഫോൾഡ് ചെയ്ത് തയ്ക്കുക. എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ്, ഒരു 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് അവിടെ വിടുക തയ്ക്കാതെ. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ എലാസ്റ്റിക്കിനെ കോർത്തെടുക്കുക. പിന്നെ സ്ലീവിൻ്റെ എൻഡിലും ഫോൾഡ് ചെയ്ത് തയ്ക്കുക. എലാസ്റ്റിക് ഇടാനുള്ള വലുപ്പത്തിൽ ഫോൾഡ് ചെയ്ത് തയ്ക്കുക. എന്നിട്ട് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക 2 സ്ലീവിൻ്റെ എൻഡിലും. അത് കഴിഞ്ഞ് നമ്മൾ ഷോൾഡറിൽ നിന്ന് വേസ്റ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തി ലൈൻ വരച്ച് കൊടുക്കുക. അതിലേക്കൂടി എലാസ്റ്റിക് ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കുക. കാരണം ഇതൊരുപാട് വീതിയിലല്ലേ നമ്മൾ എടുത്തിട്ടുള്ള തുണി. അത് ഒതുങ്ങി നിൽക്കണമെങ്കിൽ ഒരു എലാസ്റ്റിക്കോ അല്ലെങ്കിൽ പിന്നെ ബെൽറ്റ് പോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്താലും മതി. എലാസ്റ്റിക് ആകുമ്പോൾ എപ്പോഴും സുഖമാണല്ലോ. പിന്നെ ഈ ക്ലോത്തിലേക്ക് ക്ലോത്ത് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ സൈഡ്, അത് നമ്മുടെ നേരെ അടുത്ത് നിൽക്കുന്നത് ക്ലോസ് സൈഡ്. സാധാരണ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുന്നത് പോലെ തന്നെയാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലോത്തിന് ഞാൻ വീതി എടുത്തിട്ടുള്ളത് 38 ഇഞ്ചാണ് കേട്ടോ. അത് 36 ഒക്കെ അതിൽ 32 മുതൽ മേലോട്ടേക്ക് എടുത്തോളി. പറ്റ കുറയ്ക്കേണ്ട, പറ്റ കുറച്ചാൽ ഇതിന് ചുരുക്കം അധികം ഉണ്ടാവില്ല. നമ്മൾ മാക്സി ബിറ്റ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 36 ഇഞ്ച് വീതിയുള്ളതാണല്ലോ. അപ്പോൾ അതിനെ ഫോൾഡ് ചെയ്യുമ്പോൾ 18 കിട്ടും. അതിൽ ചെയ്യുക. അപ്പോൾ സ്ലീവിൻ്റെ പീസ് കണ്ട ഞാൻ മേലേത് ഇതേപോലെ തന്നെ അവിടെ ആക്കി വെച്ച് അതിൻ്റെ അടുത്ത് തന്നെ അതേപോലെ വെച്ചിട്ടുണ്ട്. ആ എൻഡ് സൈഡ്, അതായത് ഓപ്പൺ സൈഡ് രണ്ടും സമാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഞാനിങ്ങനെ ഈ 2 ഇഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെ മടക്കി വെച്ച്, ഇങ്ങനത്തെ പിടിച്ചാൽ കിട്ടാത്ത തുണിയാണെങ്കിൽ നിങ്ങൾ എന്താക്കണം, പിന്ന് കുത്തി വെക്കണം കേട്ടോ. 2 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി മടക്കി വെച്ചതിൻ്റെ മെഷർമെൻറ്റ് കണ്ടില്ലേ, 2 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന് ഷോൾഡർ അടയാളപ്പെടുത്തുക. സാധാരണ അടയാളപ്പെടുത്തുന്നത് പോലെ ഷോൾഡർ അടയാളപ്പെടുത്തുക. ഞാൻ പറഞ്ഞില്ല ഈ 2 ഇഞ്ച് തന്നെ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് പിന്നെ എന്താണ് കൺഫ്യൂഷൻ വേണ്ട. എന്നിട്ട് ഷോൾഡർ അടയാളപ്പെടുത്തി അവിടുന്ന് താഴോട്ടേക്ക്, ഇത് 2 ഇഞ്ചിൻ്റെ ലൈന്, ആ 2 ഇഞ്ച് മുതൽ താഴോട്ടേക്ക് തന്നെ പിന്നെ വേണം നമ്മൾ അടയാളപ്പെടുത്താൻ. അത് മാറിപ്പോവരുത് കേട്ടോ, അല്ലഞ്ഞൊരു പിടുത്തം വന്നവും കക്ഷത്തിൻ്റെ അവിടെ. അപ്പോൾ ഒരു 7 ഇഞ്ച് തന്നെ താഴോട്ടേക്ക് ആം ഹോളിന് നമ്മൾ പോയിൻ്റ് അടയാളപ്പെടുത്തുന്നത് പോലെ തന്നെ താഴെ പോയിൻ്റ് മാത്രം അടയാളപ്പെടുത്തുക. 2 ഇഞ്ചിന് താഴോട്ടേക്ക് നമ്മൾ ലെങ്ത്ത് എടുക്കാവേ. അതാണ് ഞാൻ പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മറന്ന് പോവരുത്. അപ്പോൾ ലെങ്ത്ത് കുറഞ്ഞു പോകും. ടോപ്പാക്കി ചെയ്യുകയാണെങ്കിൽ ലെങ്ത്ത് കുറഞ്ഞാലും അറിയില്ല. പക്ഷെ നൈറ്റി പോലെ ചെയ്യുമ്പോൾ, മാക്സി ഡ്രസ്സ് പോലെ ചെയ്യുമ്പോൾ ലെങ്ത്ത് കുറഞ്ഞാൽ ബോറായിരിക്കും. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടേക്ക് താഴോട്ടേക്ക് ആം ഹോളിൻ്റെ പോയിൻ്റാണ് ഇത്. ഇവിടുന്ന് നമ്മൾ സാധാരണ അടയാളപ്പെടുത്തുമ്പോൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ പോയിൻ്റ് അടയാളപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ, തുണി നല്ല വീതിയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് മാത്രമല്ല 1.5 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പിന് മാറ്റി വെച്ചിട്ട് ആ പോയിൻ്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മളുടെ ഈ ഷോൾഡർ പോയിൻറ്റും ആ ചെസ്റ്റ് റൗണ്ടിൻ്റെ എൻഡ് നമ്മൾ കുറച്ചധികം കൂട്ടിയെടുത്ത് തന്നെ ഈ പോയിൻ്റില്ലേ ഇതിലേക്ക് ലൈൻ ചെരിച്ച് വരച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഇവിടെ വരച്ചിട്ടുള്ള ലൈൻ കണ്ടില്ല, അതേപോലെ തന്നെയാണ് വരച്ച് കൊടുക്കേണ്ടതുള്ളത്. ഈ ഒരൊറ്റ ലൈൻ, അത് സ്കെയിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് തന്നെ വരയ്ക്കുമ്പോഴാണ്, അതല്ല ടാപ്പ് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വരച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് കൂടി താഴോട്ട് ഇങ്ങനെ ലൈൻ കട്ട് ചെയ്യുക, ഇത് ഇങ്ങനെ ചെരിച്ചിട്ടും കട്ട് ചെയ്യുക. അങ്ങനെ തന്നെ കട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് തയ്ക്കുമ്പോൾ സൗകര്യത്തിൽ തയ്ക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് മേലെ ഭാഗം ഓപ്പൺ ആക്കി കൊടുക്കുക. കാരണം ഇതിപ്പം ക്ലോസ് ഭാഗമാണല്ലോ, അത് ഓപ്പൺ ആക്കി കൊടുത്താലല്ലേ ഫ്രണ്ടും ബാക്കും 2 പീസായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കട്ടിങ് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലീവിൻ്റെ പീസ്, ഇങ്ങനെ സ്ലീവ് അതിൻ്റെ മേലെ വെച്ചിട്ട് കട്ട് ചെയ്തതാണെന്ന് മനസ്സിലായല്ലോ. ഇത് ബാക്കും ഫ്രണ്ടുള്ള പീസും. ഇനി ഒരു പീസ് എടുത്ത് ഇങ്ങനെ വെച്ച്, പിന്നെ സ്ലീവിൻ്റെ പീസിനെ നമ്മൾ എടുക്കുകയാണ്. സ്ലീവിൻ്റെ പീസ് എടുത്ത് 2ൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം തയ്ക്കാൻ. പേപ്പറിൽ കാണിച്ചു തന്നതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആകുന്നുണ്ടാവും. എനിക്കിത് കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ്. കാരണം സ്ലീവ് കുറച്ച് അധികം സൈസാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് അതിനെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ 1 അടി അടിക്കുക, ഒന്നുകൂടി അടിക്കണം കേട്ടോ. 2 അടി എന്തായാലും നിർബന്ധമാണ്. അതേപോലെ മറ്റേ സ്ലീവ് മറ്റേ സൈഡിലും അങ്ങനെ കൊടുക്കുക. അങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ പിന്നെ
ആ സ്ലീവിന് ഞാൻ പേപ്പറിൽ കാണിച്ചില്ല, ഒന്ന് മടക്കി അങ്ങോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ നെക്സ്റ്റ് പീസിന് എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ തയ്ച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക കേട്ടോ. രണ്ട് സൈഡും ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് മറ്റേ സ്ലീവിൻ്റെ ഈ പാർട്ടിന് ഇങ്ങോട്ടേക്ക് വെച്ച് നല്ല വശം ബാക്കിലത്തെ പീസില്ലേ അതെടുത്തിട്ട് കട്ട് ചെയ്യുക. നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലേക്ക് പോകാം. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത്. അപ്പം നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതേപോലെ വാട്സപ്പ് ക്ലാസ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അറിയേണ്ടവർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അതുവഴി കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കണ്ട, നെക്കിലേക്ക് സ്ലീവും നെക്കിൻ്റെ ഭാഗത്തേക്കും കൂടി വന്ന്, അതുകൊണ്ടാണ് നമ്മൾ 5 ഇഞ്ച് അധികം എടുക്കണം തന്നെ. എന്നിട്ട് ഈ നമ്മൾ 2 ഇഞ്ച് എടുത്തതിൽ അതിനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ സാധാരണ എലാസ്റ്റിക് ഇടാൻ ഫോൾഡ് ചെയ്ത് തയ്ക്കുന്നത് പോലെ തന്നെ തയ്ച്ച് കൊടുക്കുക. ഒരു 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് കൊടുക്കണം. ആ 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാലോ, എലാസ്റ്റിക് ഉള്ളിലേക്ക് കൂടി കോർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. എലാസ്റ്റിക് കട്ട് ചെയ്യാം. എലാസ്റ്റിക് ഈ ഗ്യാപ്പ് ഇവിടെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എലാസ്റ്റിക് എടുക്കുന്ന സമയത്ത് എത്രയാണ് അതിൻ്റെ മെഷർമെൻറ്റും ചോദിച്ചാൽ നമുക്ക് എത്രയാണോ ഷോൾഡർ, ടോട്ടൽ ഷോൾഡർ കേട്ടോ, ടോട്ടൽ ഷോൾഡർ എൻ്റെത് 14 അപ്പോൾ അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് എത്രയാണോ ആരളവിലാണോ ഡ്രസ്സ് അടിക്കുന്നത് അതിനനുസരിച്ചിട്ട് നോക്കുമ്പോൾ അവരുടെ ടോട്ടൽ ഷോൾഡറിൻ്റെ ഇരട്ടി. അപ്പോൾ എൻ്റെ 14 ആണ് വരുന്നത്. അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 28 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും, അങ്ങനെ 29 ഞാൻ എടുക്കുന്നത്. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ എടുക്കുക, കാൽക്കുലേഷൻ തെറ്റിപ്പോവരുത്. ഒറ്റ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഉള്ളിലെ കൂടി കോർത്തെടുത്ത് അതിനെ ജോയിൻ്റ് ആക്കിയിട്ട് പിന്നിട്ട് സാധാരണ നമ്മൾ കോർത്തെടുക്കുമ്പോൾ തന്നെ അതിലൊന്നും വ്യത്യാസമില്ല. എന്നിട്ട് എൻ്റെ നല്ല ടൈറ്റിൽ നല്ല തിക്കാക്കിയിട്ട് തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇതിനെ മേലെ കൂടി നമ്മൾ അടിക്കുന്നുണ്ടാവില്ല. ഇനി ഉള്ളിലേക്ക് അത് വലിച്ച എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കി വെക്കുക. ഒരേപോലെ ആക്കി വെച്ചതിന് ശേഷം നമ്മുടെ ആ ഓപ്പൺ സൈഡുണ്ട് അത് സ്റ്റിച്ച് ചെയ്യാനും മറന്നു പോകരുത്. ചിലരൊക്കെ അത് മറന്നു പോകാറുണ്ട്. തുടക്കക്കാലത്ത് ഞാൻ പഠിച്ച ഉടനെ ഞാനും ഇങ്ങനത്തെ ഒക്കെ മറന്നു പോയിരുന്നു കേട്ടോ. അപ്പോൾ അത് റെഡിയായി, ആ പണി കഴിഞ്ഞു. ഇനി സ്ലീവിൻ്റെ അറ്റത്തും നമ്മൾ ഫോൾഡ് ചെയ്ത് തയ്ച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി 1/2 ഇഞ്ച് എലാസ്റ്റിക് ഇടാം. 1/2 ഇഞ്ചോ നമ്മൾ ഏതാണോ നമ്മൾ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം. അപ്പം എവിടെയാണോ നമ്മൾ സ്ലീവിൻ്റെ എൻഡ് വരുന്നത് നോക്കുക. എന്നിട്ട് ആ ഭാഗത്തിൻ്റെ അളവെടുക്കുക, അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി എടുത്തിട്ട് തയ്ക്കുക. കാരണം ഭയങ്കര ടൈറ്റായി നിൽക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. അതൊക്കെ നമ്മൾ നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക. കുട്ടികൾക്കൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ടൈറ്റ് ആവരുത്, അത് നോക്കണം. കാരണം കുട്ടികൾ പിന്നെ ഡ്രസ്സ് ഇടാൻ കൂട്ടക്കൂല. അപ്പോൾ അത് നെക്കിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് സ്ലീവിൻ്റെ പണിയും കഴിഞ്ഞു കേട്ടോ. എലാസ്റ്റിക് വെക്കൽ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് നമ്മളുടെ വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്തുകയാണ്. വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്തുന്നത് ഇത് കണ്ടില്ലേ, മൊത്തത്തിൽ നല്ല പളപളാന്ന് ഇരിക്കുന്നില്ലേ, വീതി കൂടുതലല്ലേ, അതിനെ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ലെങ്ത് നമ്മൾ അടയാളപ്പെടുത്തുക. ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ എലാസ്റ്റിക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എലാസ്റ്റിക് കൊടുക്കാൻ താല്പര്യമില്ലാത്തൊരു കയറ് പോലെ ആക്കിയിട്ട് കയറിട്ട് കെട്ടുന്നതിനും കുഴപ്പമില്ല. അപ്പോഴാണ് ഒന്ന് ഒതുങ്ങി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അടയാളപ്പെടുത്തി മറ്റേ സൈഡിലും അങ്ങനെ അടയാളപ്പെടുത്തി ലൈൻ വരച്ച് കൊടുത്താലാണ് നമുക്ക് ഈ എലാസ്റ്റിക് ചെയ്യാൻ സൗകര്യം കേട്ടോ. കാരണം ക്ലോത്ത് വഴുതി കളിക്കൂ. ഇങ്ങനത്തെ ക്ലോത്തൊക്കെ ആകുമ്പോൾ കോട്ടൺ ക്ലോത്തിൽ ഏതിലാണെങ്കിലും ഇലാസ്റ്റിക്കിന് നമ്മൾ ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുത്താൽ സുഖമായിട്ട് തയ്ക്കാം. സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം എലാസ്റ്റിക് ഇടാനാണ് ആർക്കെങ്കിലും താല്പര്യം വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഈ എലാസ്റ്റിക്കിന് അളവ് എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുക. എന്നിട്ട് അതിനെ നേർപകുതിയാക്കുക. അപ്പോൾ ഫ്രണ്ടിലേക്കുള്ള പീസും ബാക്കിലേക്കുള്ള പീസും കറക്റ്റായിട്ട് കിട്ടും. അതിനെ വലിച്ച് പിടിച്ച് നമ്മൾ ആ വരച്ച ലൈനിലേക്ക് കൂടി തയ്ച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ അവിടുത്തെ പണി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അരമണിക്കൂർ കൊണ്ട് തീരാവുന്ന പണിയേ ഉള്ളൂ. നമ്മളിങ്ങനെ പറഞ്ഞ് വരുന്നത് കൊണ്ടാണ് കുറേ ഒരു ലെങ്ത്ത് തോന്നുന്നത്. സ്ലീവ് നമ്മൾ സാധാരണ ജോയിൻ ചെയ്യുന്ന മാതിരി തയ്ച്ച് കൊടുക്കാം. 2 സൈഡും ജോയിൻ ചെയ്യുക, താഴെ ഭാഗം ഫോൾഡ് ചെയ്ത് തയ്ക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പണി. പെട്ടെന്ന് ചെയ്യാൻ പറ്റും.
കോട്ടൺ നൈറ്റി ക്ലോത്ത് കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നൈറ്റി ക്ലോത്ത് നമ്മൾ ബിറ്റ് വാങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ 3/4 4 കട്ട് ചെയ്തെടുക്കുക, വണ്ണത്തിനനുസരിച്ചിട്ട് കൂട്ടിയൊക്കെ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ ഡമ്മിക്ക് ഇടുമ്പോൾ കുറച്ച് സൈഡൊക്കെ റെഡി ഉണ്ടാവില്ല, കാരണം ഇതൊരു വെയിറ്റുള്ള ടൈപ്പ് ഒരു ക്രേപ്പാണ്. അതുകൊണ്ട് തന്നെ 2 സൈഡും തൂങ്ങിയ പോലെയൊക്കെയാണ് ഇതിൽ കാണുന്നത്. നമ്മൾ ശരീരത്തിൽ ഇടുമ്പോൾ നമ്മൾ കറക്റ്റായിരിക്കും, കാരണം ആ എലാസ്റ്റിക് വേസ്റ്റിൻ്റെ അവിടെ എലാസ്റ്റിക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട് കാണുമ്പോൾ. നമുക്ക് കുട്ടികൾക്ക് ടോപ്പാക്കിയിട്ട് ലെങ്ത്ത് കുറച്ചിട്ട് 3/4 ലെങ്ത്ത് ഉണ്ടാവുമല്ലോ, പിന്നെ മുട്ടിനെ കുറച്ച് താഴെയുള്ള അങ്ങനെ ആക്കിയിട്ട് ടോപ്പൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. കോൺട്രാസ്റ്റ് കളറിലുള്ള ലെഗിനോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും. അധികം എക്സ്പെൻസ് ഇല്ലാതെ ഈ ഡെയിലി യൂസിനുള്ള ടോപ്സൊക്കെ ആക്കിയിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആരും മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്, കമൻസ് ഇടണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീഡിയോസ് എന്താണെന്നുള്ളത് സജഷൻ പറയാം. അപ്പോൾ നല്ലൊരു ലുക്കില്ലേ കാണാൻ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണും വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.